മച്ച് ആണോ? അതാണ് പണ്ടത്തെ നമ്മളെ പ്രേതസ് സിനിമയില്ലേ, അതിൽ എല്ലാവർക്കും ഒരുപാട് കഥാപാത്രങ്ങൾ, നമ്മുടെ പപ്പു മാമുക്കോയ അങ്ങനെ ഇങ്ങനെ കുറേ പേരുണ്ടാവും. എല്ലാവർക്കും ചെയ്യാനുള്ള റോളുകളുണ്ട്. എല്ലാവരും നമ്മൾ സിനിമ കഴിഞ്ഞ് കളർഫുള്ളാണ്. ഇടയ്ക്ക് ഒരു ആവേശ സ്റ്റൈലൊക്കെ ക്ലൈമാക്സിലൊക്കെ വരുന്നുണ്ട്. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് നല്ല കോമഡിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഡയറക്ടർ ഓവറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജയിച്ചതല്ലേ ഉണ്ട്. നല്ല സിനിമ, നല്ല സിനിമ. കോമഡി തന്നെയാണോ? ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ്, സെക്കൻഡ് ഹാഫ് നല്ല രസമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മൂവിയാണ്. നമുക്ക് ഒരു 2 മണിക്കൂർ കുറച്ച് നേരം കണ്ട് എൻജോയ് ചെയ്യാം. നല്ല രസമാണ്. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. ഫുള്ളൊരു കളർഫുൾ സിനിമ തന്നെയാണ്. അത് കളർഫുള്ളാണ്. ഇടയ്ക്ക് ഒരു ആവേശ സ്റ്റൈലൊക്കെ ക്ലൈമാക്സിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഫുൾ പാക്ക് എൻ്റർടൈൻമെൻ്റ് എന്തോ മിസ്സിങ് ആയതുപോലെ തോന്നും. അതാണ് എൻ്റെ പ്രശ്നം. ചിരിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. ചിരിക്കാൻ സിറ്റുവേഷണൽ കോമഡീസ് ആണ്, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാനൊക്കെ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നി. നല്ല കോമഡി മൂവി. അഭിനയക്കാരെ എടുത്ത് പറയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും? എല്ലാവരുടെ അഭിനയം കൊള്ളാം. എല്ലാം ന്യൂജൻ ആൾക്കാർ. നല്ല മൂവി, നല്ല കോമഡി, ചിരിക്കാനുള്ളവർ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവിയായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് നല്ല കോമഡിയൊക്കെ ഉണ്ട്. ഒരു പാട്ടൊക്കെ ഹിറ്റ് ആയല്ലോ സെക്കൻഡ് ഹാഫിലൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ടോട്ടലി നല്ല മൂവിയാണ്. ആണോ? കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? കോമഡി ഉണ്ട്. സ്റ്റോറി വൈസ് കുറച്ച് വീക്ക്. കുഴപ്പമില്ല. വൺ ടൈം വാച്ച്. ആണോ? എങ്ങനെയുണ്ടായിരുന്നു? വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. ആണോ? കോമഡിയൊക്കെ വർക്കാണോ? കോമഡി കുഴപ്പമില്ല. കുറച്ചൊക്കെ ചിരിക്കാനുണ്ട്. ആക്ടിങ് എടുത്ത് പറയാൻ ആരാണ്? ആക്ടിങ് എടുത്ത് പറയാൻ അങ്ങനെ എല്ലാവരും റൊമാൻസ് സൂപ്പറാണ്. എന്ന് പറയുമ്പോൾ പ്രേമലുവിനെക്കാട്ടിയും അടിപൊളിയാണ്. അത്രയ്ക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ടു നമുക്ക് ഒരുപാട് ചിരിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ള, അവർക്ക് അവരുടെ പെർഫോമൻസ് കാണിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ചിരിപ്പിച്ചൊരു വഴിക്കാക്കും എല്ലാവരും. പിന്നെ ശ്യാമോഹന് മാത്രം പിന്നെ ഒരു തുടക്കത്തിലും ഒടുക്കത്തിലും മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് വലുതായിട്ട് ഇതില്ല. പിന്നെ അമൽ ഡേവിസ്, നമ്മുടെ സംഗീത് വന്നത് തൊട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളങ്ങനെ ചിരിച്ചങ്ങ് ഒരു വഴിക്കാകും. വയറൊക്കെ വേദനിക്കുക നമുക്ക് ചിരിച്ച്. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. ഫുള്ള് എന്ന് പറയുമ്പോൾ ഫാമിലിയായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വയസ്സായവർക്ക് വരെ നന്നായിട്ട് രസിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പ്രിയദർശൻ സിനിമയുടെ ഫീൽ ഉണ്ടെന്നൊക്കെ അഭിപ്രായം. അതാണ് പണ്ടത്തെ നമ്മളെ പ്രേതസ് സിനിമയില്ലേ, അതിൽ എല്ലാവർക്കും ഒരുപാട് കഥാപാത്രങ്ങൾ, നമ്മുടെ പപ്പു മാമുക്കോയ അങ്ങനെ ഇങ്ങനെ കുറേ പേരുണ്ടാവും. എല്ലാവർക്കും ചെയ്യാനുള്ള റോളുകളുണ്ട്. എല്ലാവരും നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെല്ലാം മുഖം നമ്മളെ അവരൊക്കെ ചെയ്ത കഥാപാത്രങ്ങളുണ്ട്. അതേപോലെയാണ് ഇതിൽ എല്ലാവരും, മഹിമ ആയാലും പിന്നെ സംഗീതമായാലും അർജുൻ അശോകനായാലും മാത്യു ആയാലും എല്ലാവരും, പിന്നെ ഷാജോൺ നല്ല ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നല്ല കന്നഡ നടനാണ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. പെട്ടെന്ന് കണ്ടാൽ ഒരു ഉണ്ണിമൂന്നനെ പോലെ തോന്നുന്നു. നന്നായിട്ട് പുള്ളിയും പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമ. എല്ലാവരും വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വയസ്സായവർക്ക് വരെ സൂപ്പറായിട്ട് ഇഷ്ടം. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റും. ഭയങ്കര വൺ ടൈം ഒക്കെ കാണാൻ കുഴപ്പമില്ല. കോമഡി അങ്ങനത്തെ സംഭവമൊക്കെ. നമ്മളെ പ്രേമല്ല അമൽ ഡേവിസ് ഒക്കെ ഉണ്ടല്ലേ, പുള്ളിയുടെ കോമഡി അവനാണ് നല്ല കോമഡിയൊക്കെ വെച്ചിരിക്കുന്നത്. വേറെ അങ്ങനെ ഭയങ്കര ഹൈപ്പ് ഇല്ലെങ്കിലും കണ്ടൊക്കെ ഇരിക്കാം. ആണോ? നല്ല പടം വെച്ചാൽ ചിരിക്കാനുണ്ട്. ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ചിരിക്കാനുണ്ട്. കഥയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷെ ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. ഒരു കോമഡി പടം തന്നെയാണോ? കോമഡിയാണ്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. അഭിനയമൊക്കെ എടുത്ത് പറയാൻ അർജുൻ അശോകന്റെ അഭിനയം കൊള്ളായിരുന്നു. നല്ല കോമഡി. ഇഷ്ടപ്പെട്ടതാണ്. അടിപൊളി പടമാണ്. നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണണം. കോമഡി തന്നെയാണോ? ഫുൾ കോമഡിയാണ്. കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു കോമഡിയാണ്. കുഴപ്പമില്ല. ഡയറക്ടർ ഓവറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജയിച്ചതല്ലേ ഉണ്ട്. കണ്ടിരിക്കാം. നല്ല ചിരിക്കാനൊക്കെ ഒരുപാടുണ്ട്. കോമഡിയാണോ? ഓവറോൾ ഫുൾ കോമഡിയാണ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നല്ല പടം. ചിരിക്കാനുണ്ട്. സ്റ്റോറി മേക്കിംഗ് നേരെ പ്ലോട്ടിലോട്ട് ഇങ്ങനെ വരും. സെക്കൻഡ് ഹാഫിൽ എല്ലാത്തിൻ്റെ ഒരു തിരിഞ്ഞ് വന്നിട്ട് നല്ല ചിരിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിന് നല്ല കോമഡി ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ നല്ല എൻജോയ് ചിരിക്കാനൊക്കെ പറ്റും.